ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. റാൻസ് ലേണിംഗ് പോർട്ടലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഠനമൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറായിട്ട് പോണില്ലേ? അപ്പൊ ഏതായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോയട്രി എന്ന് പറയുന്ന ഒരു പോയമാണ്. പാബ്ലോ നെരൂദയുടെ പോയട്രി അല്ലെ. പാബ്ലോ നെരൂദ എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പോയമായിരുന്നു 4ാമത്തെ യൂണിറ്റിൽ നമ്മൾ പരിചയപ്പെട്ട പോയട്രി എന്ന് പറയുന്നത്. എന്താണ് പോയട്രിയുടെ സമ്മറി? Pablo Neruda's poetry depicts the sudden emergence of poetic inspiration in the poet's life, summoned unexpectedly and without explanation. അപ്പോൾ പാബ്ലോ നെരൂദയുടെ പോയട്രി എന്ന് പറയുന്ന പോയം ഡെപിക്റ്റ് ചെയ്യുന്നത്, വരച്ചു കാണിക്കുന്ന എന്താണ്? ദ സഡൻ എമർജൻസ് ഓഫ് പോയറ്റിക് ഇൻസ്പിറേഷൻ ഇൻ ദ പോയറ്റ്സ് ലൈഫ്. ഒരു പോയറ്റിന്റെ ലൈഫിൽ എങ്ങനെയാണ് പോയറ്റിക് ഇൻസ്പിറേഷൻ, കവിത എഴുതാനുള്ള പ്രചോദനം എന്ത് ചെയ്തപ്പെട്ടത്, പെട്ടെന്ന് എമർജൻസ് ചെയ്ത് വന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഉടലെടുത്തത് എന്ന് കാണിച്ചു തരുന്ന ഒരു പോയമാണ് പോയട്രി. ഇറ്റ് ഈസ് സമൺഡ് അൺഎക്സ്പെക്റ്റഡ്ലി ആൻഡ് വിത്തൗട്ട് എക്സ്പ്ലനേഷൻ. യാതൊരു പ്രതീക്ഷയും തരാതെ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു പോയറ്റിലേക്ക് ആരെത്തിയത്, പോയട്രി എത്തിയത് എന്നും ആ ഒരു പോയത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഇനീഷ്യലി ബിവിൽഡേഡ് മീൻസ് കൺഫ്യൂസ്ഡ് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ കേട്ടോ. ഇനീഷ്യലി കൺഫ്യൂസ്ഡ് ആൻഡ് അണേബിൾ ടു കോംപ്രിഹെൻഡ് ദിസ് അവേക്കണിങ്. ഈ വന്ന സംഗതി എന്താണെന്ന് തുടക്കത്തിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു പോയറ്റ്, ഹി ഫീൽസ് എ ട്രാൻസ്ഫോർമേറ്റീവ് ടച്ച് ദാറ്റ് സ്പാർക്സ് എ ചേഞ്ച് വിത്തിൻ. അപ്പോ പെട്ടെന്ന് തുടക്കത്തിൽ അദ്ദേഹത്തിന് ഒരു എത്തുപിടി കിട്ടിയിട്ടില്ലെങ്കിലും പിന്നെ ഹി ഫീൽസ് എ ട്രാൻസ്ഫോർമേറ്റീവ് ടച്ച്, എന്തൊക്കെയോ മാറ്റങ്ങൾ തന്റെ ഉള്ളിൽ സംഭവിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയും ദാറ്റ് സ്പാർക്സ് എ ചേഞ്ച് വിത്തിൻ, അത് പിന്നീട് അദ്ദേഹത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാവുകയും ചെയ്തു എന്നും നമ്മൾ മനസ്സിലായി അല്ലെ. അദ്ദേഹം ഒരു പോയറ്റായി മാറിയല്ലോ. As he begins to decipher this inner calling, തന്റെ ഉള്ളിൽ ഉടലെടുത്തിട്ടുള്ള ഈ ഒരു സംഗതിയുടെ മീനിങ് കണ്ടെത്താനായിട്ട്, ഡിസൈഫർ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് സംതിങ്, എന്തിന്റെ ഒരു മീനിങ് കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോ he pens his first line of verse, ഒരു പോയട്രിയുടെ ആദ്യ വരികൾ അദ്ദേഹം എന്ത് ചെയ്ത് കഴിഞ്ഞു, എഴുതാൻ തുടങ്ങി. Faint and seemingly nonsensical yet containing profound wisdom. അപ്പൊ ആ ആദ്യ വരി എന്ന് പറഞ്ഞാൽ ഫെയിൻഡ്, അവ്യക്തമായിട്ടുള്ള, സീമിംഗ്ലി നോൺസെൻസിക്കൽ ആണ്, കാഴ്ചയിൽ ഒരു സെൻസും ഇല്ലാത്ത, ഒരു അന്തും കുന്തും ഇല്ലാത്ത വരികളാണെങ്കിൽ പോലും കണ്ടെയ്നിങ് പ്രൊഫൗണ്ട് വിസ്ഡം, ആദ്യമായിട്ടൊരു വരി എഴുതിയ പോയറ്റിനെ സംബന്ധിച്ചത് എന്തായിരുന്നു? ഇറ്റ് കണ്ടെയ്ൻസ് വിസ്ഡം, അതിൽ ആവശ്യത്തിന് വിസ്ഡം ഉണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് സൂപ്പർ വരിയാണെന്ന് പോയറ്റ് തിരിച്ചറിയാണ്. The poem climaxes in a moment of cosmic connection where the poet, amidst feeling infinitesimally small, experiences a profound unity with the vastness of the universe, highlighting the profound and transformative power of poetry. അങ്ങനെ ആദ്യത്തെ വരി എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഫീൽ ചെയ്യാണ് poem climaxes in a moment of cosmic connection. ഈ ഒരു യൂണിവേഴ്സുമായിട്ട് താൻ കണക്റ്റഡ് ആണെന്നും ഈ യൂണിവേഴ്സിലുള്ള എന്തിനെ കുറിച്ചും ഇനി തനിക്ക് കവിത എഴുതാം എന്നുള്ള ഒരു യൂണിവേഴ്സൽ കണക്ഷൻ, ഒരു കോസ്മിക് കണക്ഷനോട് കൂടിയിട്ടാണ് ഈ ഒരു പോയം അവസാനിക്കാൻ പോകുന്നത്. Where the poet, amidst feeling infinitesimally small, അപ്പൊ ഈ യൂണിവേഴ്സിന്റെ മുന്നിൽ താൻ എന്താണ്, തന്നേ ചെറുതാണ്, താൻ നിസ്സാരക്കാരനാണ്, ഇൻഫിനൈറ്റ്സ്മൽ ബീയിങ് ആണ് എന്ന് ആര് തിരിച്ചറിയുന്നു? പോയറ്റ് തിരിച്ചറിയുന്നു. എക്സ്പീരിയൻസസ് എ പ്രൊഫൗണ്ട് യൂണിറ്റി വിത്ത് ദ വാസ്റ്റ്നെസ് ഓഫ് ദി യൂണിവേഴ്സ്. ഈ ഒരു യൂണിവേഴ്സിന്റെ ആ ഒരു വിശാലതയുമായിട്ട് തനിക്കും ഒരു ചെറിയ കണക്ഷൻ ഉണ്ട് എന്നും അദ്ദേഹം തിരിച്ചറിയാണ്. ഹൈലൈറ്റിംഗ് ദ പ്രൊഫൗണ്ട് ആൻഡ് ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് പോയട്രി. കവിതയുടെ അല്ലെങ്കിൽ കവിതയ്ക്ക് ഒരാളെ അങ്ങേയറ്റം മാറ്റിമറിക്കാനുള്ള ഒരു കഴിവുള്ളതായിട്ടും, അല്ലെങ്കിൽ കവിതയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതോടുകൂടി വി ആർ കണക്റ്റഡ് ടു ദിസ് യൂണിവേഴ്സ്, ഈ ഒരു യൂണിവേഴ്സുമായിട്ട് നമ്മൾ എന്താകുന്നു, അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ അങ്ങേയറ്റം നമ്മൾ കണക്റ്റഡ് ആയി തീരുന്നു എന്നുള്ളൊരു തിരിച്ചറിവും ആരിൽ ഉണ്ടാവുകയാണ്, ഈ ഒരു പോയറ്റിൽ ഉണ്ടാവുക. ഹി വീൽഡ് വിത്ത് സ്റ്റാർസ് എന്ന് പറയുന്നുണ്ട്. ഇമാജിനറി ലോകത്തിൽ അദ്ദേഹം ഈ സ്റ്റാർസിനോടൊപ്പം എന്ത് ചെയ്യാണ്, അങ്ങനെ സഞ്ചരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോം അവസാനിക്കുന്നത് എന്നും നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ ഈ ഒരു സമ്മറിയൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ, അപ്രിസിയേഷൻ ചോദിച്ചാൽ നമുക്ക് വെച്ചലക്കാൻ പറ്റൂ കേട്ടോ. അപ്പോ നെരൂദ വാസ് ദി വേൾഡ് ഫേമസ് ചിലിയൻ പോയറ്റ് എന്നൊരു പോയിന്റ് അപ്രിസിയേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. He won the Nobel Prize for Literature in 1971 എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. The poet narrates his experience of creativity. ക്രിയേറ്റിവിറ്റിയുമായിട്ട് തനിക്കുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പോയം അല്ലെങ്കിൽ പോയറ്റ് എന്ത് ചെയ്യുന്നത്, നരേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. The poet expresses his happiness in writing the first line of the poem.
ആദ്യ വരി എഴുതിയ തന്റെ സന്തോഷം ഈ ഒരു പോയറ്റ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രകടിപ്പിക്കുന്നുണ്ട്. ആൻഡ് പോയട്രി ഈസ് പേഴ്സോണിഫൈഡ് ഇൻ ദിസ് പോം. ഈ കവിതയിൽ പോയട്രിയെ എന്ത് ചെയ്തിരിക്കുകയാണ്, പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. ഒരു ഹ്യൂമൻ ക്വാളിറ്റി കൊടുത്തിരിക്കുകയാണ് ആർക്ക്, പോയട്രിക്ക്. പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ എന്നാ പറയുന്നത്. പോയട്രി എന്നെ തെരഞ്ഞു വന്നു. ഈ തെരഞ്ഞു വരിക എന്ന് പറയുന്ന പരിപാടി മനുഷ്യൻ ചെയ്യുന്ന പരിപാടിയാണ്. അത് ആർക്ക് കൊടുത്തു, പോയട്രിക്ക് കൊടുത്തു. അതുകൊണ്ടാണ് പറഞ്ഞത് പോയട്രി ഈസ് പേഴ്സോണിഫൈഡ് ഇൻ ദിസ് പോം. The theme of the poem is about the inner fire. ഏതൊരാളുടെ ഉള്ളിലുമുള്ള ഒരു ഇന്നർ സ്പാർക്കാണ് ഈ ഒരു പോയത്തിന്റെ തീം എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ് ഓഫ് എംബ്രേസിംഗ് ആൻഡ് ബീങ് എംബ്രേസ്ഡ് ബൈ ക്രിയേറ്റിവിറ്റി. മോറോവർ ഇറ്റ് ഈസ് അബൌട്ട് ഫൈൻഡിങ് വൺസ് പാഷൻ ആൻഡ് കോളിംഗ്. ക്രിയേറ്റിവിറ്റിയെ മുറുകെ പിടിക്കുക, അതുപോലെ തന്നെ അവനവന്റെ പാഷനും കോളിങ്ങും, അവനവന്റെ ഫീൽഡ് ഓഫ് വർക്ക് തിരിച്ചറിഞ്ഞ ഒരു പോയറ്റിനെ പറ്റി പറയുന്ന ഒരു പോയമാണ് ഏത്, പോയട്രി എന്ന് പറയുന്നത്. ഒരുപാട് അലിട്രേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട് പോയട്രി എന്ന് പറയുന്ന പോയത്തിലെ. എക്സാമ്പിൾ എല്ലാം പറയുന്നില്ല, 2-3 പറഞ്ഞ് അവസാനിപ്പിക്കാം. ഐ ഡോണ്ട് നോ എന്ന് പറയുന്ന വരിയിൽ ഡ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. നോ ദേ വേർ നോട്ട് വോയിസസ്, ദേ വേർ നോട്ടില് നോ ന സൗണ്ട്, നോട്ട് ന സൗണ്ട്, എഗെയിൻ നോട്ട് ന സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. ബട്ട് ഫ്രം എ സ്ട്രീറ്റ് ഐ വാസ് സമൺഡ്, സ്ട്രീറ്റ് സമൺഡ്, സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള റിപ്പീറ്റേഷൻ ഉള്ളത് കൊണ്ട് അതൊക്കെ എന്തിനുള്ള എക്സാമ്പിൾ ആണ്, അലിട്രേഷനുള്ള എക്സാമ്പിൾ ആണ്. അതുപോലെ പേഴ്സോണിഫിക്കേഷൻ നേരത്തെ പറഞ്ഞു. പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ എന്ന് പറയുന്ന വരിയും ആൻഡ് ഇറ്റ് ടച്ച്ഡ് മീ എന്ന് പറയുന്ന വരിയും എന്തിനുള്ള എക്സാമ്പിൾ ആണ്, പേഴ്സോണിഫിക്കേഷനുള്ള എക്സാമ്പിൾ ആണ്. അതുപോലെ വിഷ്വൽ ഇമേജറീസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഫയർ, വിങ്സ്, ഫ്ലവർ, ഇതെല്ലാം നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ സാധിക്കുന്ന, നമ്മുടെ മൈൻഡിൽ കാണാൻ പറ്റുന്ന ഇമേജുകൾ ആയതുകൊണ്ട് ഇതെല്ലാം ഏത് ഇമേജറിക്കുള്ള എക്സാമ്പിൾ ആണ്, വിഷ്വൽ ഇമേജറിക്കുള്ള എക്സാമ്പിൾ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു പോയത്തിലെ പോയറ്റിക് ഡിവൈസിൽ അതോടുകൂടി എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഏത്, പോയട്രി എന്ന് പറയുന്ന പോയം അല്ലേ. എക്സാമിന്റെ തലേ ദിവസം ഇത്രേ ആവശ്യമുള്ളൂ. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, റിവൈസ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ ആദ്യം പോയം ഫുള്ള് പഠിച്ചു, പിന്നെ അതിന്റെ അപ്രിസിയേഷൻ പഠിച്ചിട്ടുണ്ടാവാം, അതിന്റെ ഒരു സമ്മറി പഠിച്ചു, ഇപ്പൊ ഷോർട്ട് പോയിന്റ്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങളും പഠിച്ചു. ഇത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, എക്സാം തലേ ദിവസം ആവശ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾക്ക് സഹായകമാകുന്നുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.